Hello guys, welcome back to another video. അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് ഡേ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പണി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കല്ല, വീട്ടിലെ കസാരകളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈവനിങ് 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പം ഞങ്ങളിതാ എല്ലാവരും കൂടി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഹിതുവിന് ബാഗ്, ബുക്ക്, കാര്യങ്ങൾ, കൊട അങ്ങനത്തെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ +1-ന്. അപ്പം ഞങ്ങൾ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ മാനന്തവാടി പായോട് എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. പുതിയതായി വന്ന ഹൈപ്പർ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ കാറിലേക്ക് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ടൂർ എങ്ങാൻ പോകുന്നത് പോലെയായിരുന്നു. ബിസ്ക്കറ്റൊക്കെ അപ്പം തന്നെ ഉമ്മച്ചി ഇറങ്ങുമ്പോൾ തന്നെ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. എല്ലാവരും ബിസ്ക്കറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഉമ്മച്ചീൻ്റെ ഏട്ടത്തിൻ്റെ വീടാണിത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം എടുത്തത്. ഹയക്കുന്ന എന്താണെന്ന് അറിയില്ല, ഒരു ദേഷ്യമൊക്കെ ആയിരുന്നു, കരച്ചിലും ദേഷ്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായി തുടങ്ങിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു മാനന്തവാടി ഇങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടൊന്നുമില്ല. വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് ഫസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഹിതു ആദ്യം ഇതിങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ ഉദ്ഘാടനമാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ട് അവിടെ തന്നെ ചെന്നിട്ട് ഹിതുവിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയത്. നമ്മളവിടെ എത്തുന്നതുവരെ മഴയില്ലായിരുന്നു. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ പെയ്ത്. അപ്പോൾ ഇതാ ഞങ്ങൾ മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് പുറത്തുനിന്ന് ഫിഷ്, ചിക്കൻ അതിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല നീറ്റായിട്ടാണ്. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ്, അതുപോലെ സൺസ്ക്രീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച്, അതുപോലെ എങ്ങനെയാണോ ഒരു ഹൈപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒരു ട്രോളിയൊക്കെ എടുത്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് നമുക്ക് ബാഗ് നോക്കാൻ പോകാമെന്നാണ്. അപ്പോഴാണ് അറിഞ്ഞത് ബാഗ് മേലത്തെ സെക്ഷനിലുള്ളതെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് അവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നതാണിത്. അപ്പം നമ്മൾ താഴെ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് മേലേക്ക് പോകാമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളും നോക്കി. മേഡം എന്താണ് വേണ്ട മേഡം? ഞാനിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. ഞാനും ഇത്താത്തയും ഹിതുവും മക്കൾസും കൂടെ ഞങ്ങൾ മേലേക്ക് പോയി. എന്നിട്ട് ഹിതുവിന് ബാഗും കാര്യങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ച്. ഹിതു ഇവിടെ വലിയ കൂടെ മാത്രമേ കണ്ടത്. അപ്പോൾ പറഞ്ഞു ഇവിടെ കാലം കൂടെയാണുള്ളത്. അപ്പോൾ ഇത്താതെ പറഞ്ഞു അതിനെന്താ അത് യൂസ് ചെയ്യലും. അപ്പോൾ ഹിതുവിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇത് ആദ്യ സൈഡിൽ നിന്ന് ബോക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വെറുതെ അവൻ്റെ ബോക്സൊക്കെ വാങ്ങിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉമ്മച്ചിക്ക് ഉമ്രക്ക് പോവാണല്ലോ, അപ്പോൾ അതിനു വേണ്ടി ഉപകരിക്കുന്ന ഇങ്ങനെ സാധനം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു.
ഞങ്ങളത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാഗൊക്കെ ഇവിടെ ഒരുപാട് ഇഷ്ടം പോലെ ബാഗ് ഉണ്ട്. അതുപോലെ നല്ല ഇൻട്രസ്റ്റ് ബാഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സത്യം പറയാലോ, നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ. ഇത്താതെ ഈ ഒരു ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അബിക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടി ഇപ്പം തന്നെ വാങ്ങി വെച്ചാലോ എന്ന് വരെ ഇത്താതെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസ് ആയി ഒരുപാട് ടോയ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അബി കുറച്ച് ടോയ്സൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് കളിച്ച്. അപ്പോൾ ഇത്താതെ ഹിതുവിന് വേണ്ടി ബാഗും കുടയൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കുറച്ച് കളക്ഷൻസൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഒരുപാട് ബാഗ് നമ്മളിങ്ങനെ നോക്കി നമ്മൾ അവസാനം ഈ ഒരു ബാഗാണ് എടുത്തത് ഹിതുവിന് വേണ്ടിയിട്ട്. അപ്പോൾ അവനിങ്ങനെ എങ്ങനെയാണ് സിബ് കാര്യങ്ങൾ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ഇട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഉമ്മച്ചിക്ക് ഉമ്രക്ക് പോകുമ്പോൾ ഹാൻഡ് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊറ്റ ഹാൻഡ് ബാഗ് നോക്കി. പിന്നെ വീട്ടിലേക്ക് കുറച്ച് തോർത്തൊക്കെ വാങ്ങി. ഉമ്മച്ചിക്ക് പോകുമ്പോഴും തോർത്ത് കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ വാങ്ങി എത്താതെ ഞാൻ നോക്കുമ്പോൾ നല്ലോണം ടോയ്സിൻ്റെ ഏരിയയിലുള്ളത്. മക്കൾസിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട. ഹയും തൂവൊക്കെ ഏതോ പാർക്ക് പോയതുപോലെ കളിക്കുന്നത്. അവർ ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങി വെക്കുമ്പോൾ കരയുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ഷോപ്പിംഗ് കഴിയുന്നത് വരെ അവിടെ കളിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊന്നും വാങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ അവരവിടെ വിട്ട് അവരെ കാര്യം നോക്കിയില്ല. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടർക്കി ടവല് ഒക്കെ ഇങ്ങനെ നോക്കി വാപ്പച്ചിക്ക് ലോഡ്ജിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഹിതു ടോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഹൈക്ക് വേണ്ടി എന്ത് വാങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതാണിത്. അപ്പം ഞാൻ പറയാം ഹൈക്ക് ഇപ്പോൾ ടോയ്സ് ഒന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹയ വേറൊരു ടോയ് എടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ വീണ്ടും ഹാൻഡ് ബാഗ് നോക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭാഗത്തൊക്കെ നല്ല ഹാൻഡ് ബാഗൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് എടുക്കാനും പറ്റുന്നില്ല. എടുത്തു തരാൻ ചോദിക്കാൻ അവിടെ ആളെയും കാണുന്നില്ല. അതെനിക്ക് ചെറിയൊരു മിസ്റ്റേക്കായി തോന്നി. കാരണം നമ്മളിങ്ങനെ ഇട്ട് നോക്കിയിട്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ മേലേക്ക് വെച്ചായിരിക്കും നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് കുറേ എടുക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളതവിടെ വിട്ടു. ഇത് പൊളിക്കാനായിക്കില്ല. ബില്ല് ചെയ്യണം. ഞാൻ ഉമ്മച്ചീനും പാപ്പച്ചീനൊക്കെ കാണാണ്ട് നോക്കുമ്പോൾ അവരത് അപ്പുറത്തുനിന്ന് ഷോക്സ് എടുക്കുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ സ്റ്റൂളിലൊക്കെ ഇരുന്ന് ദുവയും ഹയും കൂടെ പാർക്കാന്നുള്ള രീതിയിലാണ് കളിക്കുന്നത്. അബിനെ നോക്കിയപ്പോഴോ അബി ഫുള്ള് ട്രോളി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നത് ഹിതുവിന് ബാഗും കൂടെയൊക്കെ വാങ്ങാനാണെങ്കിലും നമ്മളിങ്ങനെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് ഉമ്രക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും അല്ലാണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നൂഡിൽസ് ഒക്കെ കുറച്ച് മിഠായി അങ്ങനെയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഹിതുവിൻ്റെ കുട നോക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ തന്നെ പോയാലേ ഹിതുവിന് കുടയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവരിങ്ങനെ ഏത് കുട എടുക്കും, ഇങ്ങനത്തെ കുട വേണം എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഇതാ പറഞ്ഞു പിടിക്കടാ ഒരു കുട. അപ്പോൾ ഹിതുവിനത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ആ ഒരു കുടയും എടുത്ത് നമ്മൾ ഇത് നേരെ താഴേക്ക് പോവാണ്. അപ്പോൾ മിഠായിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴോ മക്കൾസ് എല്ലാം മിഠായി എടുത്ത്. അതും മിഠായി എടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റീലൊക്കെ കാണുന്നത് പോലെ മിഠായി പൊളിച്ചതിന് ശേഷം നമുക്ക് കൊണ്ട് കാണിച്ചു തരുന്നത്. അപ്പം ഞങ്ങളതൊക്കെ ബില്ലൊക്കെ കൊടുത്ത് അവരവിടെ നിന്ന് തന്നെ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉമ്മച്ചീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണിത്. അപ്പോൾ ഉമ്മച്ചി അത് കണ്ട ഒരു ഇതിൽ ഉമ്മച്ചി അവിടെ നിന്ന് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നോക്കി. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിക്ക് പരിചയമുള്ള ആളൊക്കെ കണ്ട് അവരോട് സംസാരിച്ചു. അപ്പോൾ ബില്ലിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരെ തിരിച്ചിട്ടുണ്ട്. നമ്മളിതാ വരുന്ന വഴിക്ക് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങി. ആക്ച്വലി നമ്മൾ ചായ കുടിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കും ഇതാണോ നിങ്ങളുടെ ചായ എന്ന്. ഞങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഷവായും അതുപോലെ കുബൂസൊക്കെ കഴിച്ച് വയറിനെ ഒന്ന് സെറ്റാക്കി. ഇവിടെ കയറിയപ്പോഴുള്ള കോമഡി എന്താണെന്ന് പറഞ്ഞാൽ
എന്താ വേണ്ടേ നീ പറ എന്നുള്ളൊരു സിറ്റുവേഷൻ പോലെയായിരുന്നു. പിന്നെ പാപ്പച്ചിൻ്റെ ചീത്തയൊക്കെ വരെ എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. കാരണം പാപ്പച്ചിയൊക്കെ പറയും, ഞങ്ങൾ 2 ടേബിളായിട്ടായിരുന്നു ഇരുന്നത് ഫസ്റ്റ്. അപ്പോൾ പാപ്പച്ചി പറയും ബാക്കത്തെ ടേബിളിനോട് ചോദിച്ചോ. അപ്പോൾ അവർ ഞങ്ങളടുത്ത് വരും. അപ്പോൾ ഞങ്ങളൊരു മുന്നത്തെ ടേബിളിനോട് ചോദിച്ചോ. ലാസ്റ്റ് പാപ്പച്ചിക്ക് ദേഷ്യം വരുമോ ഇല്ലയോ എന്നൊക്കെ രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഹിതു ഒരു മെനു പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയതാ ഇവർ പൊറോട്ട പരത്തുന്ന വീഡിയോ എടുത്ത് ഞാൻ എസ്കേപ്പായി. അപ്പോൾ ഞങ്ങൾ ഷവായിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ബാപ്പച്ചി ഒരു ചായയും അതുപോലെ തന്നെ ഒരു സ്നാക്സുമാണ് പറഞ്ഞത്. ബാപ്പച്ചിക്ക് പിന്നെ കുബൂസും ഷവായും ഒന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതാ ബാപ്പച്ചീൻ്റെ ചായയും കട ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള പ്ലേറ്റൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ പിന്നെ ഫുഡ് വന്നതിന് ശേഷം പിന്നെ ഒന്നുമില്ല, ഒരു അറ്റാക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ അധിക വീഡിയോ ഒന്നും നമ്മൾ കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉമ്മ ചെയ്ത ഷവായിയൊക്കെ ഇങ്ങനെ ഓരോ ചിക്കൻ പീസ് ഇങ്ങനെ എല്ലാവർക്കും ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കലാപരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹയ എന്തിനോ ദേഷ്യം പിടിച്ചിട്ടായിരുന്നുള്ളത്. ഉമ്മച്ചി കുറേ ഹയനെ ഫുഡ് കഴിപ്പിക്കാനാണ് നോക്കി. അപ്പോൾ അത് പുറത്ത് നോക്കുമ്പോൾ ബാപ്പച്ചീൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോനാണിത്. അവർ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ബാപ്പച്ചീൻ്റെ ഉമ്മച്ചീൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതായിരിക്കും. ആ ഒരു രീതിയിൽ അവർ ഭയങ്കരമായിട്ട് ഉണ്ടാവുക. കാരണം ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ഈ നിസാർക്കും ഉണ്ടാവും, ഉമ്മച്ചീൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇതിൽ സിമിറമ്മ. അവരോടൊക്കെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് ഹിതുദ നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് കയറുമ്പോഴാണ് ഹയ പറയുന്നത് ഹയക്ക് ചായ വേണമെന്ന്. അങ്ങനെ ഇതാ നമ്മൾ ചായയൊക്കെ വാങ്ങി ഹയന്ന് ചായയൊക്കെ കുടിപ്പിച്ച് നേരെ പിന്നെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.